ഉപദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുമനസ്സിനു മുൻപിൽ ആമേൻ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ശ്രവിക്കാം. അമ്മയുടെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ അമ്മ, എന്നാൽ മക്കളെ നിങ്ങൾ ഭയപ്പെടേണ്ട. അമ്മ ഇങ്ങനെ പറയുന്നതിൻ്റെ തുടക്കം ഇന്നലെ നമ്മൾ ധ്യാനിച്ചതാണ്. പിശാച് പല കോപവെറികളും കാണിക്കും. അതൊന്നും കണ്ട് മക്കളെ നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ ലോകത്തിൻ്റെ അംഗീകാരം ആഗ്രഹിക്കുകയോ കാത്തിരിക്കുകയോ വേണ്ട. ഇതാ ഈ അമ്മയുടെ വിമലഹൃദയ വിജയത്തിനായി സഹനത്തിൻ്റെ പാതയെ പുൽകുക. യേശു മഹത്വത്തോടെ വരുമ്പോൾ അവിടുത്തെ അടുക്കിലേക്ക് സസന്തോഷം നിങ്ങളെ നയിക്കുന്ന പ്രകാശപൂർണമായ മാർഗമാണ് എൻ്റെ വിമലഹൃദയം. അമ്മ വീണ്ടും വീണ്ടും പറയുക, മക്കളോട് ഓർമ്മിപ്പിക്കുക. ഈശോ മഹത്വത്തോടെ വരുമല്ലോ, നമ്മളത് വിശ്വസിക്കുന്നു, വചനം സാക്ഷിക്കുന്നു. ഈശോ മഹത്വത്തോടെ പ്രതാപവാനായിട്ട് മാലാഖമാരുടെ അകമ്പടിയോടുകൂടെ വരുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സത്യമാണ്. ആ പരിശുദ്ധ വചനങ്ങളെ നാം സ്വീകരിക്കണം. അങ്ങനെ വരുമ്പോൾ, ആ മഹത്വത്തോടെ വരുമ്പോൾ സസന്തോഷം നിങ്ങളെ നയിക്കുന്ന പ്രകാശപൂർണമായ മാർഗമാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം. അതുകൊണ്ട് അമ്മയുടെ കുഞ്ഞുങ്ങൾ അമ്മയുടെ വിമല ഹൃദയത്തിലായിരുന്നോ? ഏത് സമയത്താണ് അത് സംഭവിക്കുക എന്ന് ആലോചിക്കേണ്ട. ഈ ലോകം അംഗീകരിക്കുമെന്ന് വിശ്വസിക്കേണ്ട. അതിനുവേണ്ടി കാത്തിരിക്കുകയും വേണ്ട. അമ്മയുടെ വിമല ഹൃദയത്തിലായിരിക്കുക. കർത്താവിൻ്റെ മഹത്വത്തോടുകൂടിയുള്ള ആഗമനത്തിൽ നമുക്ക് സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും. വേദനാപൂർണമായ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമായി കഴിയാനുള്ള സുരക്ഷിതമായ അഭയസ്ഥാനമാണ് നിങ്ങൾക്കായി സജ്ജമാക്കപ്പെട്ടു ഈ ഹൃദയം. ഏത് അമ്മയാ പറയാ? ഏത് അമ്മയ്ക്കാ ഇത് പറയാൻ പറ്റുക? വചനത്തിൻ്റെ ഖജനാവായി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന നമുക്കത് വിശ്വസിക്കാൻ പറ്റും. നമ്മളത് വിശ്വസിച്ചേ പറ്റൂ. അമ്മ പറയുക, വേദനകൾ നിറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ വേദനയുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാകുമോ? ആത്മാവിലോ മനസ്സിലോ ശരീരത്തിലോ വേദനയുണ്ടെങ്കിൽ സമാധാനം അനുഭവിക്കാമെന്ന് വിശുദ്ധരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ? അൽഫോൺസമ്മ സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയോട് ചോദിച്ച, അൽഫോൺസ നീ എന്താ ചെയ്യുന്നേ? ഞാൻ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. വിശുദ്ധ കൊച്ചു ത്രേസ്യായും പറഞ്ഞത് അതുതന്നെയാണ്. എൻ്റെ സഹനമെല്ലാം യേശുവിലേക്ക്, സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴിയാണെന്ന്. വിശുദ്ധാത്മാക്കളെയൊക്കെ തീപ്പന്തം പോലെ കത്തിച്ചിട്ട് ക്രിസ്തീയ പീഡനങ്ങളുടെ സമയത്ത് വഴിയിൽ സ്ട്രീറ്റ് ലൈറ്റിന് പകരം കത്തിച്ചപ്പോൾ അവർ ഉദ്ഘോഷിച്ചത് ഞങ്ങൾ ദൈവത്തെ സ്നേഹിക്കുകയാണെന്നാ. വിശുദ്ധ മരിയ കൊരൂത്തി അലക്സാണ്ടറിൻ്റെ പീഡനങ്ങൾക്ക് വിധേയയാകാതെ അതിനെ തടഞ്ഞതുകൊണ്ട് അലക്സാണ്ടറിൻ്റെ കുത്തുകെട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ മരണത്തിന് തൊട്ടു മുൻപ് ആ കൊച്ചു വിശുദ്ധയോട്, മരിയ നീ എന്ത് ആഗ്രഹിക്കുന്നു, എന്ത് പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ മരിയ കൊരൂത്തി പറഞ്ഞതും അത് തന്നെയാണ്. ആ സഹനത്തെ സ്വീകരിച്ചുകൊണ്ട് അലക്സാണ്ടറിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു. മരിയ കൊരൂത്തി ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ രൂപത്തിൽ സ്വീകരിക്കുന്നതും എന്നാൽ അല്പം കഴിയുമ്പോൾ ഞാൻ നേരിട്ട് കാണുന്നതും അനുഭവിക്കുന്നതുമായ യേശുവിൻ്റെ കരങ്ങളിലാണ് ഞാനെന്ന്. അങ്ങനെയൊക്കെ പറയണമെങ്കിൽ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറഞ്ഞു, ഞാനൊരു ഗോതമ്പ് മണിയാണ്. മറ്റുള്ള അവരെ എന്നെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് ആരും അവരെ പിന്തിരിപ്പിക്കരുത്. കാരണം സിംഹങ്ങളുടെ പല്ലുകൾക്കിടയിൽ ഈ ഗോതമ്പ് മണിയാകുന്ന ഞാൻ അമരപ്പെടട്ടെ. എന്നിട്ട് ഞാൻ ആ യേശുവിൻ്റെ രക്തം എന്നിലുണ്ട്. ആ രക്തത്തിൽ കുഴഞ്ഞ് ഒരു അപ്പമായി തീരട്ടെ. അതല്ലേ ദിവ്യകാരുണ്യം. എന്നെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് ആരും എന്നെ തടയരുതെന്ന് പറഞ്ഞു. വിശുദ്ധ അഗാപ്പീറ്റസ് അദ്ദേഹത്തിൻ്റെ ശിരസിൽ കൽക്കരി കത്തിച്ചിട്ട് ആ കൽക്കരി ഒഴിച്ചപ്പോൾ ആ വിശുദ്ധൻ പറഞ്ഞു, അതിൽ നിന്ന് അവരെ ആരെയും തടയരുത്.
കാരണം എൻ്റെ ശിരസ് പാപം നിറഞ്ഞ എൻ്റെ ശിരസ് കത്തി അമരട്ടെ, ഞാൻ വിശുദ്ധീകരിക്കപ്പെടട്ടെ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ മകനല്ലേ എന്ന്. ഈ കാലഘട്ടത്തിൽ ജീവിച്ച വിശുദ്ധ പാദ്രിയോ പിയോ പല സർജറികൾക്കും ഓപ്പറേഷന് വിധേയനായപ്പോൾ പറഞ്ഞു, എനിക്ക് അനസ്തേഷ്യ തരരുത്, ആ സഹനം എൻ്റെ കർത്താവിൻ്റെ മുറിവുകളിലേക്ക് ഞാൻ കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഈശോയുടെ പ്രിയപ്പെട്ടവനാകട്ടെ എന്ന്. എല്ലാ വിശുദ്ധാത്മാക്കളും ഇന്ന് നമ്മൾ വിശുദ്ധാത്മാക്കളുടെ തിരുശേഷിപ്പ് തൊട്ടുമുത്തുന്നു സൂക്ഷിക്കുന്നു ഒക്കെ ഉണ്ടല്ലേ, അവർ ഒറ്റ കുതിപ്പിൽ വിശുദ്ധരായി തീർന്നവരല്ല. സഹിച്ചും അധ്വാനിച്ചും പ്രാർത്ഥിച്ചും ഗോതമ്പ് മണി പോലെ പൊടിഞ്ഞും അഴുകപ്പെട്ടും പാപം ചെയ്യാതെ പ്രലോഭനങ്ങൾ ഉണ്ടായപ്പോൾ അതിൽ വീണുപോയിട്ടുള്ളവർ പോലും എഴുന്നേറ്റ് കഴുകന്മാരെ പോലെ ചിറകടിച്ച് വിശുദ്ധിയിൽ ഉയർന്നിട്ട് ഉന്നതങ്ങളിലെത്തിയവരാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് കഴിവുകളുണ്ട്, സാധ്യതകളുണ്ട്. കഴിവുകളും സാധ്യതകളും പണവും സമ്പാദ്യവും എല്ലാം ഒരുവനെ ഉയരത്തിലെത്തിക്കാൻ, ലോകത്തിൻ്റെ ഉയരത്തിൽ. എന്നാൽ ദൈവവുമായുള്ള ഐക്യവും വിശുദ്ധി നിറഞ്ഞ ജീവിതവും ഇല്ലെങ്കിൽ അവൻ നേരെ പോകുന്നത് അന്ധകാരത്തിൻ്റെ പടുകുഴിയിലേക്കായിരിക്കും. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുന്നത് പോലെ ലോകത്തിൻ്റെ അംഗീകാരത്തിന് കാത്തിരിക്കാതെ യേശുവ് മഹത്വത്തോടെ വരുമ്പോൾ മാതാവിൻ്റെ വിമല ഹൃദയം നൽകുന്ന സന്തോഷവും സമാധാനവും സഹന ജീവിതത്തിൽ പോലും അത് അനുഭവിച്ചുകൊണ്ട് സുരക്ഷിതമായ അഭയകേന്ദ്രമാണ് നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന അമ്മയുടെ വിമല ഹൃദയമെന്ന് മനസ്സിലാക്കിയിട്ട് മായാ കാഴ്ചകളിൽ പെടാതെ, ലോകത്തിൻ്റെ അരൂപിയിൽ പെടാതെ, സഹനത്തിൽ പിറുപിറുക്കാതെ, സഹനത്തെ മുഖമുദ്രയാക്കിക്കൊണ്ട് അഭയം തേട അമ്മയുടെ വിമല ഹൃദയത്തിൽ. മക്കളെ, ഘോര അന്ധകാരത്തിൻ്റെയും സാർവത്രിക അസ്പഷ്ടതയുടെയും നാളുകളിൽ നിങ്ങളുടെ വിമല മാതാവിലേക്ക് ദൃഷ്ടികൾ ഉയർത്തുക. അമ്മയുടെ വാക്കുകൾ എത്ര വർഷം മലയാളത്തിലെ എം എ എടുത്ത് പഠിച്ചാലും അറിയില്ല ഈ വാക്കുകളുടെ അർത്ഥവ്യാപ്തി എത്രയുണ്ടെന്ന്. അസ്പഷ്ടത. ആ സമയങ്ങളിലെല്ലാം മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തുക. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ, ഘോരമായ അന്ധകാരം ജീവിതത്തിലാണെന്ന് ചിന്തിക്കുമ്പോൾ, എനിക്ക് ഈ കെണിയിൽ നിന്ന് മോചനമില്ല, ഞാൻ അന്ധകാരത്തിലാണെന്ന് ചിന്തിക്കുമ്പോൾ ഓർക്കുക പ്രിയ കുഞ്ഞെ, ഈ കടക്കെണി കൊണ്ട് അവസാനിക്കേണ്ടതല്ല നിൻ്റെ ജീവിതം. ഇത് നീ വരുത്തി വെച്ചതാണോ? നീ അനുദപിക്ക്. നിൻ്റെ ജീവിതത്തിൽ എന്താണോ അന്ധകാരമായിട്ട് നിൻ്റെ മുൻപിൽ നിൽക്കുന്നത്, നിൻ്റെ കുടുംബത്തിൽ നിൽക്കുന്നത്, നിൻ്റെ സമൂഹത്തിൽ നിൽക്കുന്നതായിട്ട് നീ മനസ്സിലാക്കുന്നത്, ആ അന്ധകാരം മാറിപ്പോകാനായിട്ട് പ്രകാശഗോപുരമായ യേശുവിനെ പ്രാപിക്കാൻ, ആ പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നോക്ക്. അവിടെ യേശുവുണ്ട്. അഭയം തേടി പ്രാർത്ഥിക്ക്. കണ്ണീരൊഴുക്കി കലങ്ങിയ കണ്ണുകളുമായിട്ട്, തളർന്ന മനസ്സുമായിട്ട് ജീവിതത്തെ അവസാനിപ്പിക്കാനായിട്ട് ആലോചിക്കുകയേ ചെയ്യരുത്. ഇതാ ആ സമയം ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. ഈ സമയം ഏത് സമയം? കർത്താവിൻ്റെ ആഗമനത്തിനായിട്ടുള്ള സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്നാണോ, നാളെയാണോ, മറ്റന്നാളാണോ? അതൊന്നും ചിന്തിക്കേണ്ട. ആ സമയം ഇതാ ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. ആ സമയത്തിലേക്ക് നമ്മളെ നീക്കിക്കൊണ്ടുവരിക പരിശുദ്ധ അമ്മ. ആ സമയത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ സമയത്തിലേക്കാണ് നമ്മൾ ഈ ലോകത്ത് ജനിച്ചത്. ആ സമയം ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. ആകയാൽ ലോകം മുഴുവനിൽ യേശുവാകുന്ന പ്രകാശം പരത്താൻ ഈ അമ്മയോടൊപ്പം മക്കളെ നിങ്ങൾ ഒരുങ്ങുക. ഒരു വിരുന്നിന് പോകാൻ, ഒരു കല്യാണത്തിന് പോകാനൊക്കെ നമ്മൾ ഒരുങ്ങാറില്ലേ? നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇച്ചിരി വൃത്തിയിലൊക്കെ പോകാനായിട്ട്. ഇപ്പോഴാണെങ്കിൽ ഒരുക്കം കൂടുതലാണ് എല്ലാവർക്കും. മറ്റുള്ളവരുടെ മുൻപിൽ ഒരു ലൈക്ക് കിട്ടാൻ, ഒരു ഇഷ്ടം, നന്നായിട്ടുണ്ടെന്നൊക്കെ പറയാനായിട്ട് കേൾക്കാൻ ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയുള്ള പ്രശംസ കേൾക്കാനായിട്ട് ബാഹികമായിട്ട് ഒരുങ്ങുന്നു. അമ്മ പറയുക, മക്കളെ, ആ സമയം, കർത്താവിൻ്റെ ആഗമനത്തിൻ്റെ സമയം അടുത്തെത്തിയിരിക്കുന്നു. അതിനാൽ ലോകം മുഴുവൻ യേശുവാകുന്ന പ്രകാശം നിറയട്ടെ. ആ പ്രകാശം പരത്താൻ ഈ അമ്മയോടൊപ്പം നിങ്ങൾ ഇറങ്ങുക. വീട് വിട്ടിറങ്ങുക.
നിന്നിൽ നിന്ന് ഇറങ്ങുക. എങ്ങോട്ട് ഇറങ്ങണമെന്ന് അമ്മ പറയാ? പ്രകാശം പരത്താനായിട്ട് ഇറങ്ങണം എന്ന് കരുതിയിട്ട് എല്ലാവർക്കും ഒരു 4 സൈഡ് മൈക്കിൻ്റെ മുൻപിൽ നിന്ന് പ്രഘോഷിച്ചുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ലായിരിക്കും. അമ്മ പറയുന്നു, പ്രാർത്ഥനയിലൂടെ മുന്നേറുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷയ്ക്കും മറ്റാത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യവും സുവിശേഷ പ്രഘോഷണവും മാധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. കുഞ്ഞെ, നീ എവിടെയായിരുന്നാലും നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. നീ ഒരു വ്യക്തിയെ പണം കൊടുത്ത് സഹായിക്കുമ്പോൾ ആ പണം കൊടുത്ത് സഹായിച്ച വ്യക്തിക്ക് അത് ഉപകാരമായിരിക്കും. എന്നാൽ നീ അവിടെ നിന്നെ അതിനൊരു ഉപകരണമാക്കി. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ദൈവം നേരിട്ട് ഇടപെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നേരിട്ട് ഇടപെട്ടിട്ട് ആ ആത്മാവിനെ നേടിയെടുക്കും. വിശുദ്ധ ദേവപ്രാസ്യമ്മ പറഞ്ഞില്ലേ, പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത്. അതായിരിക്കണം നമ്മുടെ ജീവിതം. വിശുദ്ധ ദേവപ്രാസ്യമ്മ അങ്ങനെ ജീവിച്ചു. അതുകൊണ്ട് പുണ്യത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ, പുണ്യം അഭ്യസിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് ലഭിക്കുന്ന ഒരു അവസരം പോലും വെറുതെ കളയരുത്. അമ്മ പറയുന്നു, പ്രാർത്ഥനയിലൂടെ മുന്നേറുക. പാപരഹിതനായ യേശുവിൻ സമാധാനം നിങ്ങൾക്ക് ആശംസിക്കുന്നു. യേശുവിൻ്റെ സമാധാനം നമ്മളിൽ കുടികൊള്ളാനായിട്ട്, ഏത് വേദനയിലും സമാധാനം നമുക്ക് അനുഭവിക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ സഹായം നാം തേടണം. അതുകൊണ്ട് നമുക്ക് നാളേക്ക് നീട്ടിവെക്കേണ്ട ഇതാ ആ സമയം ഏറ്റവും അടുത്തെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാലം നമ്മളോട് സംസാരിക്കുന്നുണ്ട്, ഈ ലോകം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. മനുഷ്യ, നീ ഇത്രയേ ഉള്ളൂ എന്ന്. മനുഷ്യൻ്റെ പ്രവൃത്തികൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്, മനുഷ്യൻ്റെ ക്രൂരതകൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എന്തോ വലുത് സംഭവിക്കാനിരിക്കുന്നു. പരിശുദ്ധ അമ്മ തന്ന സന്ദേശം നമ്മൾ ഇതിനു മുൻപ് വായിച്ചു കേട്ടു. ദേവാലയങ്ങൾ തകർക്കപ്പെടുകയാ ഈ കാലഘട്ടത്തിൽ. പല കോടതി വിധികളും അതിനനുകൂലമാണെന്ന് പറയുന്നു. പല നിയമപാലകരും നോക്കി നിൽക്കുകയാണ്. ഈശോയുടെ ബലി നടന്ന ദേവാലയങ്ങൾ തകർക്കപ്പെടുന്നത് ഓർക്കുക. മെറ്റീരിയൽ കൊണ്ട് പണിതപ്പെട്ട ഒരു ദേവാലയം തകർക്കണമെങ്കിൽ കർത്താവിൻ്റെ രക്തം കൊണ്ട് രൂപപ്പെടുത്തിയെടുത്ത ആലയമാകുന്ന, ദേവാലയമാകുന്ന മനുഷ്യൻ ആദ്യം തകരുന്നുണ്ട്. ആ തകർച്ച മനുഷ്യൻ വരുത്തി വയ്ക്കുന്നതാണ്. തിരിച്ചറിവോടെ ആ തകർച്ചയില്ലാതെ ജീവിക്കാനായിട്ടും, ആരാധനയ്ക്ക് യോഗ്യനായവൻ്റെ തിരുസാന്നിധ്യം അനുഭവിക്കുന്ന ആരാധനാലയങ്ങൾ നിലനിൽക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടും, എവിടെയെങ്കിലും ഒരു ബലിയെങ്കിലും അർപ്പിച്ചിട്ടുള്ള ബലിപീഠങ്ങൾ തകർക്കപ്പെടാതിരിക്കാനും, നിന്റെ ജീവിത ബലിപീഠം നീ ഏറ്റവും സുന്ദരവും പരിശുദ്ധവും വിശുദ്ധവും ദൈവിക ജ്ഞാനത്താൽ നിറഞ്ഞതും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാകുന്ന അഗ്നി ജ്വലിക്കുന്നതുമായ ഒരു ജീവിതമാക്കി നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക. അതിന് നിനക്ക് സാഹചര്യങ്ങളും സാധ്യതകളും അറിവുകളുമുണ്ട്. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിച്ച് ദൈവിക ജ്ഞാനത്തിൻ്റെ കൃപ സ്വീകരിച്ചുകൊണ്ട്, കൃപാവരം കൊണ്ട് ക്രൂരതയുടെ മുഖത്തടിക്കാമെന്ന് പരിശുദ്ധാമ്മ പഠിപ്പിച്ചിട്ടുള്ള ആപ്തവാക്യം സ്വീകരിച്ചുകൊണ്ട്, ആരുടെയെങ്കിലും മുഖത്തടിക്കാനല്ല, ക്രൂരത ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ ക്രൂരതയുടെ മുഖത്തടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. നമ്മൾ പ്രതികാരം ചെയ്യേണ്ടവരാണ്. എങ്ങനെ? വിശുദ്ധമായിട്ട്, വിശുദ്ധിയിൽ ജീവിച്ചിട്ട് സാത്താനെതിരെ പ്രതികാരം ചെയ്യണം. ആ ആത്മീയ പ്രതികാര ബുദ്ധി നമുക്ക് വേണം. അങ്ങനെയാണ് സഭയെ ചുളിവുകളോ പാടുകളോ ഇല്ലാത്ത വിധം മനോഹരമാക്കാനുള്ള ഞാനെന്ന ഒരു ഇഷ്ടികയുടെ, സഭാസൗധം പണിയപ്പെട്ടിരിക്കുന്ന ഒരു ഇഷ്ടികയാണ് ഞാൻ ക്രമക്കേടിൽ ജീവിച്ചാൽ ആ ക്രമക്കേട് സഭയിലുണ്ടാകും, ഈ ലോകത്തുണ്ടാകും. അങ്ങനെ ആയിരിക്കാതെ ജീവിക്കുവാനുള്ള വലിയ കൃപയും അനുഗ്രഹവും നമുക്ക് യാചിക്കാം. നമ്മുടെ ദൃഷ്ടികൾ പരിശുദ്ധ അമ്മയിലേക്ക് നമുക്ക് ഉയർത്താം. പരിശുദ്ധ അമ്മ എങ്ങനെ ഈശോയെ മഹത്വപ്പെടുത്തിയോ ആ മഹത്വപ്പെടുത്തുന്ന ജീവിതത്തിലേക്ക് നമുക്ക് വളരാം. അമ്മയുടെ കരങ്ങൾ പിടിച്ച് സ്വർഗം അവകാശമാക്കിയവർ
ആ അവകാശത്തെ വേണ്ടെന്ന് സ്വന്തം ജീവിതം വഴിയായിട്ട് പറയരുത്. വിശുദ്ധ കുരിശിനാൽ മുദ്രിതമായ നമ്മുടെ ജീവിതം, യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയുള്ള നമ്മുടെ ജീവൻ കർത്താവിൻ്റെ തിരുമനസ്സിനൊത്തവണ്ണം ജീവിച്ച് രൂപപ്പെടുത്തിയിട്ട് ദൈവീക കൃപ സ്വീകരിച്ചുകൊണ്ട് കൃപയ്ക്കുമേൽ കൃപയിലായിരിക്കുവാനുള്ള അനുഗ്രഹം ജപമാല പ്രാർത്ഥന വഴിയും കൗദാശിക ജീവിതം വഴിയും ചെറുതും വലുതുമായിട്ടുള്ള സഹന ജീവിതത്തിൻ്റെ സ്വീകാര്യത വഴിയായിട്ടും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ആവേ മരിയ.